ஐயா, கமிஷனர் வந்திருக்காரு. வர சொன்னாங்க. ஐயா, ராஜா இன்னைக்கு ஸ்டேஷனுக்கு வந்து தெரியும். சர்மா குரூப் ஆட்கள் நான் கொன்னதுல டிஜிபிக்கு என் மேல கொஞ்சம் சந்தேகம் இருக்கு. உங்களுக்காகத்தான் நான் இவ்வளவு பெரிய ரிஸ்க் எடுத்தேன். இதுக்கடையில ராஜா வந்து அவன் அப்படித்தான். வேகம் இருக்கு, விவேகம் கிடையாது. எங்கிட்ட ஒரு வார்த்தை சொல்லியிருந்தா நானே லாக்கப்ல இருந்து கொண்டு வந்திருப்பேன். எல்லாரும் முன்னாடி ராஜா இப்படி செய்தா இந்த யூனிஃபார்ம் போட்ட எங்களை புரியுது. நான் ராஜா கிட்ட சொல்றேன், ഇനിമേ அப்படி ഒന്നും നടക്കാതെ. ஏன்னா നാളേക്ക് ഒരു ഞാൻ എന്ത് തമ്മാരത്തം ചെയ്യുന്നതാണ് അമ്മ പറയുന്നത്? എന്റെ അപ്പൻ കള്ളക്കടത്തുകാരനും റൗഡി തലവനുമാണെന്ന് എഴുതിയവനെ ഞാൻ വെറുതെ വിടണോ? എഴുതിയതിൽ എന്താടാ തെറ്റ്? നിന്റെ അപ്പനും ചേട്ടനും അത് തന്നെയല്ലേ പണി? അമ്മ അപ്പനും ഞാനും ചെയ്തെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം കാണും. ആവശ്യമില്ലാതെ ഇവനുണ്ടാക്കുന്ന പ്രശ്നം കൊണ്ടാ മറ്റുള്ളവർക്ക് ഇവിടെ. മോനെ, അമ്മ പറയുന്നു നീയെങ്കിലും മനസ്സിലാക്ക്. ഒരുത്തരെങ്കിലും വേണല്ലോ കൊല്ലനും കൊലയ്ക്കും പോവാതെ. എന്താ തങ്കമണി ഇവിടെ? സിന്ധു നദിയിൻ ഇസൈ നിലവിനിലേ சேரண நாட்டிலம் பெண்களுடனே. அதை கேட்டுதான் கேரளாவில் இருந்து உன்னை கல்யாணம் பண்ணிட்டு வந்த. ഇത്ര വർഷമായും നീ തമിഴ് പഠിച്ചില്ല. പകരം ഞാനും നിന്റെ മക്കളും മലയാളം പഠിച്ചു. അതുകൊണ്ട് തങ്കമണി, നിനക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളും ഉണ്ട്. അതിലൊന്നും നീ തലയിടണ്ട. എന്താ രാജാ, നിന്റെ അനിയൻ ചെയ്തത് പോട്ടെ, നീ എന്തിനാ സ്റ്റേഷനിൽ പോയി വൃത്തിയേട് കാണിച്ചത്? ഞാനും അപ്പന്റെ മോൻ തന്നെ. എന്റെ അനിയനെ ലോക്കപ്പിലിട്ട് പോലീസുകാർ അടിക്കുമ്പോ അതിപ്പോ സുമ്മാർക്ക് சொல்லுங்க. എന്റെ ഗുരുവായൂരപ്പാ, അവന്മാരടിച്ചോ മോനെ? ഏണ്ടാ, തീറ്റ കൊടുത്ത് വളർത്തുന്ന പട്ടിയാണെങ്കിലും ഉപദ്രവിച്ച് അവരെ തിരിച്ചു കടിക്കും. നമുക്ക് വേണ്ടി എന്ത് ചെയ്യാനും മടിയില്ലാത്തവരാ ഇവിടുത്തെ പോലീസുകാർ. കാര്യമില്ലാതെ അവരെ പിണക്കരുത്. പുരിഞ്ചുതാടാ. சரிப்பா. ഗോവിന്ദൻ, നീ പോയിക്കോ. നാളെ കാലത്ത് നേരത്തെ വന്നാ മതി. മുതലാളി, എന്റെ മകന്റെ കാര്യം ഇതങ്ങനെ എപ്പോഴും ഓർമ്മിപ്പിക്കണ്ട. തന്റെ മകൻ എനിക്കും മകനെ പോലെയാ. അവനെ സേലത്ത് നിന്ന് സിറ്റി ഓഫീസിലേക്ക് മാറ്റാൻ ഞാൻ മാനേജരോട് പറഞ്ഞിട്ടുണ്ട്. വലിയ ഉപകാരം മുതലാളി. ഇവിടെ ആകുമ്പോ അന്നൊന്ന് വീട്ടിൽ വന്ന് പോവാലോ. ഹലോ ശർമ്മ, എന്നാ ഭയപ്പെടുത്തുകയാ? मैं सब जानता हूँ. मैं अच्छी तरह से जानता हूँ कि इसके पीछे कौन है. साले नाई के एल्बू तुड़ पोड़ रहा मारी आगे पुलिस के पोटी ठीक है. कुत्ते का मौत मरेगा. हाँ, कुत्ते का मौत मरेगा तू. ഉന്നാലെ എന്നെ എന്നാ பண்ண முடியும்? எதுக்கடா எங்க அப்பா மிரட்டுற? சேத்து நான் கிளிக்க போறியா? साले बहुत पछताएगा तू. I will not leave you for this. உங்க ஆளுங்களை நாங்க தானே கொலை பண்ண சொன்னோம். உங்க ஆட்களை அமைச்சு பயமுறுத்த பாக்குறியா? நீ பாம்பேல வேணா பெரிய புடிங்கியா இருக்கலாம்டா. இங்க வந்து பாரு, உங்க ஆளுங்களுக்கு இந்த கதி தான் உனக்கும். இங்க நான் தான்டா ராஜா. साले तुम्हारे में इतनी हिम्मत? நீ ஆண்டவன் கிட்ட அப்ளிகேஷன் போட்டு வை. ஒரு குஸ்திர மேல ஆசை இருந்தா குத்தே मैं तुम्हें छोड़ूंगा नहीं. அடச்சி போன வேடா. நாம தான் செஞ்சோம். அவங்கிட்ட ஏன்டா சொன்னேன்? இதுல மறக்கிறதுக்கு என்னப்பா இருக்கு? எல்லாம் தெரிஞ்சுக்கிட்டு தான் போன் பண்றான். பயம் காட்டுறானா அவனை? அப்பா, ஷர்மா பார்த்து பயப்படுறீங்களா? அவனை அங்கேயே போய் ஷூட் பண்ணிட்டு வந்துடுறான். போடா ராஜா. ശർമാവെ സാധാരണമാ നിனைക്കാതെ എതുക്കും கொஞ்சம் ജാഗ്രതയാ ഇரு. എന്താ? ആരാണ്? തങ്കമണി. ബഷീർ, ബഷീർ, ബഷീർ. ദാ വരുന്നു. ഒന്ന് പതുക്കെ പോ ശൈത്താനെ. എന്റെ ഒരു ഗതികേട്. അപ്പഴേ ഒരു കുഴപ്പം കൂടി. പുള്ളിക്കിപ്പോ ലൂസ് മോഷനും തുടങ്ങി. കാരണത്ത് കയറ്റിയാലേ സംഗതി ആകെ ചളവാവും. നീ കൂടുതൽ വല്ലതും കൊടുത്തു കാണും. കുഞ്ഞു പറഞ്ഞ അളവിൽ കൃത്യസമയത്ത് കൊടുത്തോണ്ടിരുന്നതാ. ചിലപ്പോ ക്ലൈമറ്റിന്റെ ആവും. ചൂടല്ലേ, ഈ വയറുഷ്ണിച്ചിട്ട് ഇപ്പൊ ചോരയും കവുവാ പോകുന്നത്. പുള്ളിയെ പെട്ടെന്ന് ആശുപത്രി എത്തിച്ചില്ലെങ്കിലും കുഴപ്പമാവും. നമുക്ക് ടിറ്റുവിനെ ജീപ്പിൽ കൊണ്ടുപോകാം. അത് രവിപ്രസാദ് സാർ വന്നതാ, ASP. അതുകൊണ്ടെന്താ, അവന് ഡ്രോപ്പ് ചെയ്യും. കമ്മീഷണർ രവിയുടെ മുന്നിൽ വെച്ചാണോ ആ എസ് ഐ ക്വസ്റ്റ്യൻ ചെയ്തത്? സർ, എന്നിട്ട് അയാളെ ആരും തല്ലിയിട്ടില്ലെന്ന് പറഞ്ഞു. ലോക്കപ്പിലുണ്ടായിരുന്നവരെ ഒരാൾ അഡ്വക്കേറ്റിനോടൊപ്പം വന്ന് ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുപോയതാണെന്നും പറഞ്ഞു. തനിക്ക് അരിശം വരുന്നുണ്ടല്ലേ? ധാർമ്മിക രോഷം. ഇതുപോലെ പലതും സഹിക്കേണ്ടി വരും. മിസ്റ്റർ രവി, ഒഴുക്കിനൊത്ത് നീന്തുക, അതാണ് സേഫ്. എടുത്തിയാടിയാൽ ദോഷമായിരിക്കും ഫലം. മനസ്സിലായല്ലോ? ഇത് തന്നെ ആ സ്പാർക്കിന്റെ പത്രാധിപർ ജയദേവനോടും പറയണം. തന്റെ അടുത്ത കൂട്ടുകാരനല്ലേ ആ എഡിറ്റർ.
എന്താ മോളെ നീ പോയില്ലേ? എന്നെ രവി ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. അത് അതാ ഞാൻ. ഡാഡി പ്ലീസ്. ഡാഡി, ഞാൻ രവിയോടൊപ്പം പോകുന്നത് ഡാഡിക്ക് തെറ്റായി തോന്നുന്നുണ്ടോ? തെറ്റോ? വാട്ട് ഈസ് റോങ് ഇൻ ഇറ്റ്? ഐ ടോൾഡ് ഹിം ഡാഡി, എന്റെ ഡാഡി അത്ര ചീപ്പല്ല. നമ്മളെ കുറിച്ച് അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവില്ലെന്ന്. ബട്ട് യു നോ ഡാഡി, ഹി ഈസ് വെരി ഷൈ. ഈസ് ഇറ്റ്? ഡാഡി തന്നെ പറയൂ, എന്നെ ഒന്ന് കോളേജ് വിടാൻ. ഷുവർ. സർ ഞാനെന്നാ മിസ്റ്റർ രവി, ബുദ്ധിമുട്ടില്ലെങ്കിൽ മോളെ ഒന്ന് കോളേജ് ഡ്രോപ്പ് ചെയ്യാമോ? അല്ല ഞാൻ പ്ലീസ്. ഓക്കെ. ഇല്ല, കുഴപ്പമൊന്നുമില്ല. എന്താ ഇവിടെ? പോകാം. സി മിസ്റ്റർ രവി, ഇവിടുത്തെ പെമ്പിള്ളേർ ഓരോന്നും 4-5 ബോയ് ഫ്രണ്ട്സ് ആയിട്ട് ചെത്തി നടക്കുന്നവരാ. എന്റെ ഡാഡി DGP ആയതുകൊണ്ട് ഇവിടുത്തെ പയ്യന്മാർ എന്റെ മുഖത്ത് പോലും നോക്കില്ല. വല്ലതും അറിഞ്ഞു പോയാ കൊണ്ട് ഇടിക്കുമെന്ന് പേടിച്ചിട്ടാ. റിയലി. അതിനു പകരം ഇവന്മാരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാമെന്ന് വെച്ചിട്ടാ ഞാൻ രവി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നാലേ കുട്ടി അങ്ങനെ ഇപ്പൊ ഷൈൻ ചെയ്യണ്ട, ഇറങ്ങ്. ഹായ് സുമി, മഞ്ജു, ഷൈനി, കമൺ കമൺ. എന്റെ പ്രിയ മിസ്റ്റർ രവിപ്രസാദ് IPS, ഇവിടുത്തെ ASP ആണ്. ഹലോ സർ. ഹലോ. ഐ സെഡ് കീപ് ഓൺ. ബൈ. चोली के पीछे क्या है? चोली के पीछे, चोली के पीछे क्या है? चोली के पीछे क्या है? ഹായ് ഡോക്, ഇന്നത്തെ ചികിത്സാ പരിപാടികളെല്ലാം കഴിഞ്ഞോ? ഇല്ല, ബാക്കി ഇവിടെ ആവാന്ന് വെച്ചു. നല്ല കാര്യം, ഇരിക്കൂ, ഞാൻ ഇതൊന്ന് തീർത്തോട്ടെ. നാണല്ലോ, DGPയുടെ മോൾക്ക് എസ്കോട്ട് പോലാണ് ഇപ്പോഴത്തെ ജോലി. ജോലിയോ? അതൊരു വിനോദമല്ലേ? ഐ മീൻ റെക്രിയേഷൻ. നല്ല സുന്ദരിയായ പെൺകുട്ടി, വെരി സ്മാർട്ട്. അവളോട് സംസാരിക്കാൻ എന്ത് രസമാണെന്ന് അറിയോ? ഗുഡ് കമ്പനി. എന്റെ ഷർട്ട്. ആർ യു ജെലസ്? കൊന്നാണേ ഞാൻ. ആരെ? എന്നെ അവളെ? രണ്ടിനെയും. എങ്കിലേ എനിക്ക് പലരെയും കൊല്ലേണ്ടി വരും. ഞാനൊരു പെൺകുട്ടിക്ക് ലിഫ്റ്റ് കൊടുത്തന്നല്ലേ ഉള്ളൂ. നിനക്ക് ആശുപത്രി വരുന്ന എത്ര ചെറുപ്പക്കാരെ ചികിത്സിക്കേണ്ടി വരും? സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ തൊട്ടും പരിശോധിച്ചൊക്കെ. എടി നിന്നെ ഞാൻ, നീ അധികം പോലീസുകാരോട് കളിക്കരുത് കേട്ടോ. എടി നിന്റെ ജോലിക്ക് ടീച്ചേ. അയ്യോ വേണ്ട രവി. എന്താ ബഷീർ? സാർ, ഒരു സങ്കടം പറയാനാണ് ഞാൻ. DGPയുടെ വീട്ടിൽ ഡ്രൈവർ പോസ്റ്റ് ആണെങ്കിലും അവിടുത്തെ പട്ടികളെ നോക്കുന്നതാണ് സാർ എന്റെ ജോലി. ഒന്നും രണ്ടും അല്ല, ഒരു 4-5 എണ്ണത്തിന് കുളിപ്പിക്കുക, ഭക്ഷണം കൊടുക്കുക, രോമം ചെയ്യും, ഉണക്കുക. പുറത്തുള്ളവർ എന്നെ ഇപ്പം വിളിക്കുന്നത് പട്ടി ബഷീറല്ല. സാർ, എന്നെ ഒന്ന് രക്ഷിക്കണം. എങ്ങനെങ്കിലും എന്നെ അവിടെ നിന്ന് മാറ്റി തരണം. വിഷമിക്കണ്ട, നമുക്ക് ശരിയാക്കാം. ഓ, പക്ഷെ തനിക്ക് എന്ന് നേരിട്ട് അദ്ദേഹത്തോട് പറഞ്ഞാൽ പോരായിരുന്നു? അങ്ങനെ നേരിട്ട് പറഞ്ഞാൽ അത് കുറ്റമാവില്ലേ സാർ? ഏയ്, അദ്ദേഹം അങ്ങനെയുള്ള ആളല്ല. ഒരു വലിയ മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് നേരാ. ഈ പട്ടികളുടെ കാര്യം ഒഴിച്ചാ എനിക്ക് ആ വീട്ടിൽ സുഖമാ. കുടുംബത്തിൽ ഒരു അംഗത്തെ പോലെയാ ഞാൻ അവിടെ. അച്ഛന് നോക്കുവാണെങ്കിൽ എന്നോട് വലിയ കാര്യമാ. ആ പെണ്ണൊരു വട്ട് കേസാണല്ലേ? ഓ, അങ്ങനെ പറയരുതേ സാറേ. പിന്നെ അമ്മയില്ലാത്ത മോളെന്ന പേരിൽ ലാളിച്ചും കൊഞ്ചിച്ചും വളർത്തിയ ചെറിയൊരു ദോഷമുണ്ട്.